നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള, മനസ്സിനെ കീഴ്പ്പെടുത്താനുള്ള കുറച്ച് ടൂൾസുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വളരെ സിമ്പിളാണ്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് പോസിറ്റീവ് സെൽഫ് ടോക്കിംഗ് ആണ്. നിങ്ങളോട് തന്നെ പോസിറ്റീവായിട്ട് ടോക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കത് നേടിയെടുക്കാൻ കഴിയില്ല, എനിക്കത് ലഭിക്കില്ല എന്നുള്ള ചിന്ത മാറ്റി വെച്ചുകൊണ്ട് എനിക്കത് നേടിയെടുക്കാനായിട്ട് കഴിയും, ആ മാർക്ക് എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും, ആ ലക്ഷ്യത്തിൽ എനിക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ള പോസിറ്റീവ് ചിന്താഗതികൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് പോസിറ്റീവ് സെൽഫ് ടോക്കിംഗ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് നമ്മുടെ ബ്രെയിൻ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ നാഡീഞരമ്പുകൾ വഴി പ്രവഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതായി തീരുകയും ചെയ്യും. അതുകൊണ്ട് പോസിറ്റീവ് സെൽഫ് ടോക്കിങ്ങിന് പ്രാധാന്യം കൊടുക്കുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ലക്ഷ്യം വേണമെന്നുള്ളതാണ്. കണ്ടില്ലേ, ചില മൈതാനത്തിലേക്ക് പശുക്കളെ അഴിച്ചുവിട്ടാൽ അവരവിടെയൊക്കെ മേഞ്ഞു നടക്കും, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. അതുപോലെ ആയിരിക്കരുത്. നിങ്ങളെപ്പോഴും ഒരു ലക്ഷ്യബോധത്തോടു കൂടി സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഒരു ഗോളിന് ടാർഗറ്റ് വയ്ക്കുക, അത് നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷ്യബോധം വേണം. മൂന്നാമത് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കുക എന്നുള്ളതാണ്. ഓവർ തിങ്കിങ്ങിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ പ്രസൻ്റ്ലി ജീവിക്കുന്ന സിറ്റുവേഷനെ പറ്റി മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നാളെ നിങ്ങൾ എന്തായി തീരുമോ എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഓവർ തിങ്കിങ് അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കുക എന്നുള്ളതാണ്. അടുത്ത ടൂൾ എന്ന് ഞാൻ പറയുന്നത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കണ്ടെത്തുക എന്നുള്ളതാണ്. മെഡിറ്റേഷൻ എപ്പോഴും നല്ലതാണ്. ധ്യാനത്തിൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വളരെയധികം മാറ്റം വരുമെന്നുള്ളതാണ്. നമ്മുടെ മനസ്സും ശരീരവും തീർച്ചയായിട്ടും ഒരു ശാന്തമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ എക്സസൈസിന് കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഈ തിരക്കിട്ട ജീവിതത്തിൽ നമ്മളൊന്നും നേടിയെടുക്കുന്നില്ല, കുറച്ചൊക്കെ നേടിയെടുക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ പോകുന്നത് നമ്മുടെ ഹെൽത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം വരും.